ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയകളിലും ഇല്ലെങ്കിൽ നിങ്ങൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ തുടർന്നിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും പലരും സോളിസിറ്ററുമായിട്ടൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞു സോളിസിറ്ററായിട്ടൊരു Q&A സെക്ഷൻ ഉണ്ടാവുന്നുള്ളൂ. യെസ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ വാക്ക് പാലിക്കുന്നു. Q&A സെക്ഷൻ കൊണ്ടുവരികയാണ്. മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സുരേഷ് ഉണ്ണികൃഷ്ണൻ, ക്രിസ് മോർഗൻ സോളിസിറ്റർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ സംശയങ്ങൾ, കുറേ കാര്യങ്ങൾ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കുറേ ചോദ്യങ്ങൾ, നിങ്ങൾ പലരും എന്നോട് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ നൽകാനായിട്ട് ശ്രമിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക എല്ലാവർക്കും. കാരണം ഒരുപാട് പേർക്ക് കുറേ അവ്യക്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഇവിടെ ക്ലിയർ ആവുകയായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ സുരേഷ് ഏട്ടാ, ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തൊട്ട് നമുക്കറിയാമല്ലോ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനെ തുടർന്നിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു എന്ന് നമ്മൾ അറിയാൻ സാധിച്ചു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ പറ്റുമോ? എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്? ഇപ്പൊ ജൂലൈ വൈറ്റ് പേപ്പറിലെ റെക്കമെൻഡേഷൻസ് പ്രകാരം ആദ്യത്തെ ഘട്ടത്തിലെ ചില ചേഞ്ചസ് ഇമിഗ്രേഷൻ റൂൾസിൽ വരുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇന്റന്റ്, അതാണ് പാർലമെന്റിൽ വെച്ചിരിക്കുന്നത്. അതിലെ ഇന്റന്റ് ഓഫ് ചേഞ്ച് റൂൾസ് 22 മുതൽ പുതിയ ലോ ആയിട്ട് പ്രാബല്യത്തിൽ വരും. അതന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്കിൽഡ് വർക്കറിലെ അബ്യൂസ് നടന്നു എന്നാണല്ലോ വൈറ്റ് പേപ്പറിൽ ഫൈൻഡ് ഔട്ട്. ആ നോക്ക് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് അതിന്റെ ഭാഗമായിട്ടുള്ള ലോ പാസ്സാക്കിയിരിക്കുന്നതാണ്. അത് ഇതിനായിട്ട് ചില കാറ്റഗറീസിനെയും അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു തീർച്ചയായിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് കുറെ ചൂടേറിയ ചർച്ചകളും സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകാം. സോ ഇവരുടെയൊക്കെ ചോദ്യങ്ങൾ അവസാനം നമുക്ക് ക്ലിയർ ചെയ്യാം. പക്ഷെ നമുക്ക് ഈ സ്കിൽ ത്രഷോൾഡ്, സാലറി ത്രഷോൾഡ്, ആദ്യത്തെ രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം 38,700 പൗണ്ട് ആയിരുന്നു സാലറി ത്രഷോൾഡ്. ഇപ്പോൾ സുരേഷ് എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ വരുന്നത്? അതെ, പല ഓപ്ഷനിലായിരുന്നല്ലോ ഇമിഗ്രേഷൻ സാലറി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പല ലിസ്റ്റുകളിലായിരുന്നു. അതിൽ ഓപ്ഷൻ എയിലുള്ള സാലറി 38,700 ആയിരുന്നു. 22 മുതൽ അത് $43,000 ഉയർത്തിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഒരാളെ 43,700 ഉയർത്തിയിരിക്കുകയാണ്. 43 ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സാലറി 3960 എന്നുള്ളത് 33 ആയിട്ട് ഉയർത്തിയിരിക്കുന്നു. അത്തരം കാറ്റഗറിയിൽ ഉയർത്തിയിരിക്കുന്നു. ഗോയിങ് റേറ്റ് ഈ മാക്സിമം സാലറി എന്നുള്ളത് ഓപ്ഷൻ എയിൽ 38,700 43 അടുത്താക്കി ഉയർത്തിയിരിക്കുന്നു. അത് മെയിൻ ആയിട്ടുള്ള. അതുകൂടാതെ എലിജിബിൾ ഒക്യുപ്പേഷൻ കോഡ്സിലുള്ള പല ജോബുകളും റിമൂവ് ചെയ്യപ്പെട്ടു. അതായത് എലിജിബിൾ ഒക്യുപ്പേഷൻ കോഡിലെ ജോബുകൾ ഇനി 22 ശേഷം ആ കോഡിലുള്ള ജോബുകൾ വെച്ചിട്ട് നമുക്ക് COS പുതിയ മൈഗ്രൻസിന് എടുക്കാൻ പറ്റില്ല. ഏകദേശം 110-180 ജോബുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഏട്ടാ, അത് എന്താണ് മീൻസ്? അതിന് നമുക്കിപ്പോൾ ഇനി 22 ശേഷം അതിന് പൂർണ്ണമായിട്ട് നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതിനകത്ത് ആ ജോബ് കോഡ് നമുക്ക് പുതിയൊരു മൈഗ്രന്റിന് സെലക്ട് ചെയ്യാൻ പറ്റില്ല. സപ്പോസ് ഇവിടുന്ന് ഒരു സ്കിൽഡ് വർക്കർ വിസയിലേക്ക് ഒരു ഗ്രാജുവേറ്റ് റൂട്ടുകാരനെ ഒരു ഹോട്ടലിലേക്ക് ഷെഫായിട്ട് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ല. മാനേജറായിട്ട് എടുക്കണമെന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അതുപോലെ തന്നെ റീറ്റെയിൽ മാനേജർ, അങ്ങനെ ഈ മേഖലയിലുള്ള കുറെ പോസ്റ്റുകൾ അതിന് എടുത്തു കളഞ്ഞു. പകരം അവരൊരു ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ജോബിലേക്ക് ഈ ജോബുകൾ, അത്യാവശ്യം വേണ്ട ജോബുകൾ ക്വാളിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് മാത്രമാണ് പുതിയ സ്വിച്ചിങ്ങിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതെ, ആ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ നിന്ന് പുതിയ മൈഗ്രൻസിനെ എടുക്കാം. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഡിഫൈൻ COSന് ആ പോസ്റ്റുകൾ വെച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടുന്ന് സ്വിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ആ ജോബ് കോഡ് ഉപയോഗിക്കാം. നമുക്കിപ്പോ ഹോട്ടലിലാണെങ്കിൽ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് അതിൽ കിടപ്പുണ്ട്, IT കിടപ്പുണ്ട്, ബിസിനസ് ഡെവലപ്മെന്റ് പ്രൊഫഷണൽസ്, അങ്ങനെ പല കാറ്റഗറീസ് നമുക്ക് TSL എടുത്തിട്ട് ജോബുകളിലേക്ക് എടുക്കാൻ പറ്റുന്നതാണ് ആ ജോബ് കോഡിന് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പക്ഷെ
അബ്യൂസ് നടന്നു എന്ന് കരുതുന്ന ഹോട്ടൽ മേഖല, അത്തരം കാര്യങ്ങളിൽ പല പോസ്റ്റുകളും അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. അതിൽ പുതിയൊരു മൈഗ്രൻസ് ഇവിടുന്ന് സ്വിച്ച് ചെയ്യിപ്പിക്കാൻ ഇവിടെ നിന്നാണെങ്കിലും നാട്ടിൽ നിന്നാണെങ്കിലും പോസിബിൾ അല്ല അല്ലെ? ഇന്നുള്ളത് ഏകദേശം ഇനി എളുപ്പമല്ല. അത് വെച്ചിട്ട് ഒരു ജോബ് ഡിഫൈൻഡ് COS എടുത്തിട്ട് ഒരാളെ കൊണ്ടുവരുന്നത് അത് വെച്ച് പോസിബിൾ അല്ല. TSLലുള്ള ജോബുകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഡിഫൈൻഡ് COS റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ 22-ന് മുമ്പ് ഇത്തരം COS എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അവര് പഴയ ഇതിൽ തന്നെ മാറും. അതെ, തീർച്ചയായിട്ടും 22-ന് മുമ്പ്. പക്ഷെ അത് പ്രാക്ടിക്കൽ അത്ര ഈസി ആവില്ലല്ലോ ജോലി കണ്ടെത്താനായിട്ട്. അപ്പൊ പിന്നെ ഇതില് അൺനെസസറി ആയിട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. ഇതില് പണ്ട് ഈ കോഡിലെടുത്ത ആളുകൾക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോ ടേബിൾ 1 വേറൊരു ടേബിൾ, ആ ടേബിൾ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് എക്സ്റ്റൻഷൻ ആ ടേബിളിൽ ഉപയോഗിച്ചിട്ട് ആളുകൾ അതേ ജോബ് കോഡ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. ആ ജോബ് കോഡിൽ നിന്ന് അത്രയും ത്രഷോൾഡില് എക്സ്റ്റൻഷന് ചെറിയ മാറ്റങ്ങൾ കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആ ജോബ് കോഡിലുള്ള ആളുകൾ മുഴുവൻ എക്സ്റ്റൻഷൻ സമയത്ത് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. കണ്ടിന്യൂ. പക്ഷെ അതിനകത്ത് ഒരു പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതുക്കിയ സാലറി അപ്ലിക്കബിൾ ആവും എന്ന് പറയുന്നുണ്ട്. സാലറി ത്രഷോൾഡ് പുതുക്കിയ സാലറി എപ്പോഴും അപ്ലിക്കബിൾ ആണല്ലോ. കാരണം 26,000 ഇത് തുടങ്ങി. ഇപ്പൊ പല സാലറികളും അത് കഴിഞ്ഞ വർഷം 29 ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 26 എടുത്തവര് 29 ആയിട്ടായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്തിരുന്നത്. അതിപ്പോ 31 മാറ്റിയിട്ടുണ്ട്. എക്സ്റ്റൻഷൻ സമയത്ത് എല്ലാവരും 31 പോകണം. എല്ലാ 26കാരും 29 അത് 31 പോകണം. അങ്ങനെ 3 ഓപ്ഷൻ, മറ്റേ ന്യൂ എൻട്രന്റ് 41 സംതിങ് ഫോർ ദി ഓപ്ഷനെ, ആ ഓപ്ഷനെല്ലാം അവര് റീഡിഫൈൻ ചെയ്തു. സാലറി കൂടി എല്ലായിടത്തും, എക്സ്റ്റൻഷനും കൂടി. അത്രേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ ഞാനത് ഓരോന്ന് ചോദിക്കാം. നമുക്കിപ്പോ സ്കിൽ സാലറി ത്രഷോൾഡ് കൂടി അത് 43,000 സംതിങ് ആയി എന്ന് നമ്മൾ അതോടൊപ്പം തന്നെ സ്കിൽ ത്രഷോൾഡും കൂടി എന്ന് പറയുന്നുണ്ട്. RQF ലെവൽ 6 ആൻഡ് എബോവ് ഈ സാലറി അപ്ലിക്കബിൾ ആണ്. അതിന്റെ താഴത്ത് നമുക്ക് അതെ, ടേബിൾ 1 എന്ന് പറഞ്ഞത് ഒരു ജോബ് കോഡ് അവരെ സ്പെസിഫിക്കലി ക്രിയേറ്റ്. ടേബിൾ 1 ജോബ് കോഡ് എല്ലാം RQF 6 ആണ്. ബാക്കിയെല്ലാം ടേബിൾ 1A എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന മുഴുവൻ പഴയ ജോബുകളാണ്. അതായത് ഷെഫ് ഒന്നും RQF ജോബ് അല്ല. മനസ്സിലായില്ല. അപ്പൊ അതെല്ലാം കണ്ടിന്യൂ ചെയ്യും എക്സ്റ്റൻഷൻകാർക്ക് വേണ്ടി. പക്ഷെ ഇപ്പൊ ടേബിൾ 1 ഓർ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് മാത്രമാണ് നമ്മള് ഈ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ തത്വത്തിൽ എല്ലാ ജോബും RQF 6 ആണ്. ബാക്കി RQF 6 എല്ലാ ജോബുകളും ടേബിൾ 1 അത് പുതിയ ആളുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിൽ അവർ പറയുന്നുണ്ട് RQF 6 അല്ലാത്ത ജോബുകളും ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റിലുണ്ട്. സോ RQF 6 വേണമെന്നില്ല. ആ ലിസ്റ്റ് പെയിന്റർ, വെൽഡർ എല്ലാം അതിനകത്ത് RQF 6 ജോബ്സ് അല്ല. അത് റോൾ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറയുന്ന MSCയുടെ റെക്കമെൻഡേഷൻ വെച്ചിട്ട് ഈ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് നാളെ ഷെഫ് വരാം, ഹോട്ടൽ മാനേജർ 1 മാസം കഴിഞ്ഞിട്ടാൽ വി ക്യാൻ യൂസ് ഇറ്റ്. അതെ, അവര് അത് എവറി 6 months റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡസ്ട്രികളായിട്ട് ചർച്ച ചെയ്തു. അതില് RQF 6 അല്ലാത്ത ജോബുകൾ അവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ജോബുകൾ എല്ലാം ടേബിൾ 1 മാത്രമേ ഇപ്പൊ അവൈലബിൾ ഉള്ളൂ. ഇൻ കൺട്രി ഔട്ട് കൺട്രിക്കും. അപ്പോൾ TSL അതിലുള്ള ജോബുകൾ നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ എടുത്തു മാറ്റിയ ജോബിന് നമുക്ക് ഇനി ഇവിടെ ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ ക്ലിയർ ആണ്. UK-ക്കകത്തും UK-ക്ക് പുറത്തുനിന്നുള്ളവർക്കും. ഇപ്പോൾ ഓൾറെഡി ആ കറന്റ് നിൽക്കുന്ന ആ ജോബിൽ നിൽക്കുന്ന ആളുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ റിന്യൂ ചെയ്യുന്നതിനോ ഇനി സ്വിച്ച് ചെയ്യുന്നതിനോ പ്രശ്നം ഉണ്ടാവും തോന്നില്ലല്ലോ അതിനകത്ത്? ഒരു പ്രശ്നമില്ല. ദേ ക്യാൻ ചേഞ്ച് എംപ്ലോയർ. അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സാലറി 29 എന്നുള്ളത് കൂടി 31 ആയി. അവരുടെ ഡിപെൻഡൻസി ഇത് കണ്ടിന്യൂ ചെയ്യാം. അത് സാലറി എല്ലായിടത്തും കൂട്ടിയിട്ടുണ്ട്. എക്സ്റ്റൻഷനും കൂട്ടി. ആ സാലറി അല്ലാതെ അവർക്ക് മാറാൻ പറ്റില്ല. ആ റിമൂവ് ചെയ്ത ജോബുകള് വേറെ ടേബിൾ ആയിട്ട് എക്സ്റ്റൻഷന് വേണ്ടി അവിടെ അങ്ങനെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി.
ഓക്കെ. അതിൽ നിന്ന് നമുക്ക് എക്സ്റ്റൻഷൻ ആണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, COS നമുക്ക് എടുക്കാം, നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സാലറി ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പോൾ സ്കിൽ ത്രഷോൾഡും സാലറി ത്രഷോൾഡും ഉയർത്തിയിട്ടുണ്ട്. അത് നമ്മളെ എഫക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എഫക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല, എഫക്ട് ചെയ്യുന്നതാണ് അതിനകത്ത്. തീർച്ചയായിട്ടും അത് ഇവിടുന്ന് മാറുന്ന ആളുകൾക്ക് അത് കുറച്ച് ടഫായിരിക്കും. അൺഓർഗനൈസ്ഡ് ആയ സെക്ടേഴ്സിന് ഇനി എടുക്കാൻ പാടായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള, പക്ഷെ ഒരു ഹോട്ടലിലേക്ക് ഇപ്പൊ TSL പല ജോബുകളും ഇത്തരം ബിസിനസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ജോബുകളുണ്ട്. അതെ, ഞാൻ TSL സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ട്, കാരണം വെച്ചാൽ TSL നമുക്കിപ്പോൾ ആളുകൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റാണ് TSL. അതിനകത്ത് കുറച്ചധികം ജോബുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് മറ്റേ നമ്മുടെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അല്ലെങ്കിൽ മറ്റ് ലിസ്റ്റുകളൊക്കെ അബോളിഷ് ചെയ്തിട്ടാണ് TSL ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് ജോബുകൾക്ക് ഇപ്പോൾ സുരേഷ് ഏട്ടാ അത് ഒരു ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്യുക, TSL എന്താണെന്നുള്ളത്. TSL ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ്, അതായത് ഈ ഇവിടുത്തെ ഇൻഡസ്ട്രികളുടെ ആവശ്യപ്രകാരം എപ്പോഴും ആവശ്യമുള്ള ജോലികൾ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ അത് മെയിനായിട്ട് ദേ ആർ ഫോക്കസിങ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്, IT, കൺസ്ട്രക്ഷൻ, മറ്റ് ബിസിനസ് ഡെവലപ്മെന്റ് ജോബുകളാണ് അതിലുള്ളത്. നാളെ ഇപ്പൊ ഹോട്ടലുകാർ പറയാണ് ഷെഫ് ഇല്ലാതെ നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല, ദേ വിൽ ആഡ് ഇറ്റ്. ഓക്കെ, അങ്ങനെ അത് റിവൈസ് ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് പറയുന്നത്. അത് 26 വരെ ആ TSL എല്ലാ 31 ഡിസംബർ 26 വരെ TSL ഇപ്പിട്ട എല്ലാ ജോബുകളും ഉണ്ടാവും. Then plus they can add new jobs according to the requirement. 26 ശേഷമായിരിക്കും പുതിയതായിട്ട് ഇനി ആഡ് ചെയ്യാന്നല്ലേ? പിന്നെ ഇതിനകത്തുള്ള റെസ്ട്രിക്ഷൻസ് ഇപ്പൊ നമുക്ക് റീസെന്റ് പറഞ്ഞ പോലെ തന്നെ സാലറി സെയിം സാലറികൾ അപ്ലിക്കബിൾ ആണ്. പ്ലസ് ഇതിനകത്ത് ഡിസ്കൗണ്ട്സ് ഇല്ല എന്ന് തന്നെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ഡിപ്പെൻഡന്റ് ഇല്ല എന്നും പറയുന്നുണ്ട്. അപ്പോ എന്താണ് അതിന്റെ ഒരു അത് സാലറി എപ്പോഴും നമ്മൾ ആ ഓപ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ആ ജോബ് കോഡിലുള്ള ഗോയിങ് റേറ്റിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോ ആ ഗോയിങ് റേറ്റ് എത്രയാണോ മാനേജറെ ആണെങ്കിൽ ടെമ്പററി ലിസ്റ്റിലുള്ള ആണെങ്കിൽ നമുക്ക് ലെസ് സാലറിയുടെ ഇത് കിട്ടില്ല. പിന്നെ ഡിപ്പെൻഡൻസ് ഇല്ല എന്ന് പറയുന്നത് ടെമ്പററി ലിസ്റ്റിലുള്ള, ഇപ്പൊ നാളെ കെയറർ കൊണ്ട് ടെമ്പററി ലിസ്റ്റിൽ വരികയാണെങ്കിൽ ഡിപ്പെൻഡൻസ് അലൗഡ് അല്ല എന്ന് പറയുന്നത്. അല്ലാതെ ടെമ്പററി ലിസ്റ്റിലുള്ള എല്ലാവരുടെയും എല്ലാ ജോബിനും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നില്ല. ടെമ്പററി ലിസ്റ്റിലുള്ള ചില ഇപ്പൊ കെയറർ അലൗഡ് അല്ലല്ലോ. അപ്പൊ അത് TSL കഴിഞ്ഞാൽ വി കാൺ ബ്രിങ് ദ ഡിപ്പെൻഡൻസ്. അല്ല, ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്നുള്ളത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സാലറി ത്രഷോൾഡുകളും പുതിയതായിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഒന്നും അലോഡോ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് എന്താണോ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ട് വരും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതാണ് ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ്. ഇതിനകത്തൂടെ ഇനിയും ജോബിന് നമുക്ക് ഇവിടെ ശ്രമിക്കാം, പക്ഷേ എവറി 6 months ഇത് റിന്യൂ ചെയ്യും അല്ലെങ്കിൽ റിവ്യൂ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഓക്കെ സുരേഷ് ഏട്ടാ, നമുക്ക് മറ്റിപ്പോ പുതിയ ജോബ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കൂടുതലും ഉയരുന്ന സംശയം എന്ന് വെച്ചാൽ കെയറേഴ്സിനാണ്. കെയറേഴ്സിന് ഇപ്പോൾ 22 ജൂലൈയിൽ നിയമങ്ങൾ നിലവിൽ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സുരേഷ് എന്താണ് ഈ ഇപ്പോൾ കെയറേഴ്സിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതിനകത്ത്, ഈ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത്? കെയറേഴ്സിനെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കന്റ് ആയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, കെയറേഴ്സിന്റെ അതേ സാലറി അതേ പഴയ ഓപ്ഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞിരിക്കും. അതേ 1282 തന്നെ കണ്ടിന്യൂ ചെയ്യും. എക്സ്റ്റൻഷനും അത് തന്നെയായിരിക്കും, എല്ലാം അത് തന്നെയായിരിക്കും. പിന്നെ അവരെ ഡിപ്പെൻഡൻസ് മുമ്പ് നിർത്തിയതാണ്, ആ സ്റ്റാറ്റസ് കണ്ടിന്യൂ ചെയ്യും 24 ശേഷമുള്ള എല്ലാ ഡിപ്പെൻഡൻസ്. അതല്ലാതെ സ്വിച്ചിങ്ങിന് അവര് ഇവിടുന്ന് PSWയിലോ സ്റ്റുഡന്റിലോ നിൽക്കുന്ന ഒരാള് സ്വിച്ച് ചെയ്യുമ്പോൾ 3 മാസം ആ എംപ്ലോയറുടെ അടുത്ത് വർക്ക് ചെയ്താൽ സ്വിച്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് യാതൊരു തടസ്സമില്ല. പിന്നെ 22 ജൂലൈ 2028 വരെ കെയറർ സ്വിച്ചിങ്ങിന് യാതൊരു പ്രശ്നങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ ഓവർസീസ് കെയറേഴ്സ് എന്ന ഡിഫൈൻ COS ആൾക്കും ഓവർസീസിന് കെയറിംഗ് കാറ്റഗറിയിൽ 6135 36 വരാൻ പറ്റില്ല എന്നുള്ളൊരു ഇതാക്കി. അതുപോലെ തന്നെ 6131 നഴ്സിംഗ് അസിസ്റ്റന്റ് അബ്യൂസ് ചെയ്യപ്പെട്ടു. അത് ഇനി മുതൽ എടുക്കണമെങ്കിൽ നഴ്സ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിലെ എടുക്കാൻ പറ്റുള്ളൂ എന്നാക്കിയിട്ടുണ്ട്. അല്ലാതെ കെയറേഴ്സിന്റെ സ്റ്റിച്ചിങ്ങിനോ എക്സ്റ്റൻഷനോ അതെല്ലാം 22
ജൂലൈ 2028 വരെ ട്രാൻസിഷൻ അറേഞ്ച്മെന്റ് വിൽ കണ്ടിന്യൂ. അതുവരെ ഇത് ഇവിടുന്ന് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, ഞാൻ അതാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ PSW നിൽക്കുന്നവർ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, ചേട്ടാ ഇനി ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് കെയർ വിസ എടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ. സോ ചേട്ടാ അതെന്താണ് ഇപ്പോൾ ഇവിടെയുള്ള PSW നിൽക്കുന്നവർക്ക് ഇനിയിപ്പോൾ ഒരു കെയർ വിസ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അതിനകത്ത്? അത് ജെന്യുവനായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം 3 മാസം ദേ ഹാവ് ടു വർക്ക് വിത്ത് ദ എംപ്ലോയർ ഹു ഗോയിങ് ടു സ്പോൺസർ ദം. ഓക്കെ, പെട്ടെന്നൊരു ഏജന്റ് വന്നിട്ട് ഒരു COS കൊടുക്കുന്ന ഒരു ഏർപ്പാട് ബുദ്ധിമുട്ടായിരിക്കും. അത് പകരം ആ എംപ്ലോയറെ COS എടുക്കുന്ന ഡേറ്റിനും ബാക്ക് ഡേറ്റഡ് ആയിട്ട് 3 മാസത്തെ എവിഡൻസ് കാണിക്കണം. അവര് സെയിം എംപ്ലോയറെ അടുത്ത് വർക്ക് ചെയ്യുകയാണ്. അതല്ലാതെ സാലറിയിൽ ഒരു പ്രശ്നമില്ല, അവർക്ക് സ്വിച്ച് ചെയ്യാം. 28 ജൂലൈ വരെ സ്വിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. ILRന് പ്രശ്നമില്ല. ഓൺലി പ്രോബ്ലം 24 ഡിപെൻഡന്റ് ബാൻ വിൽ കണ്ടിന്യൂ. സോ ഗൈസ്, ഇപ്പൊ ഉടായ്പ നടക്കുകയില്ല. നേർവഴിക്കാണെങ്കിൽ ഒരു 3 മാസം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്ത് അവിടെ നിങ്ങൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിൽ വെക്കുക. ഇനി ഏജൻസികൾ മുന്നിൽ പൈസയായിട്ട് വലിയ ചോദിച്ചു വരുവാണെങ്കിൽ കൊണ്ടുകൊടുത്ത് പൈസ കൊണ്ട് കളയാതിരിക്കുക എന്നുകൂടി ഞാൻ പറയട്ടെ. ഓക്കെ, സുരേഷ് ചേട്ടാ, നമുക്ക് ഇതിനകത്ത് മറ്റ് കാര്യം, ഇതിനകത്ത് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, PR-ന്റെ കേസ് ഇതിനകത്ത് പറഞ്ഞില്ല. എന്തുകൊണ്ടായോ ഇതിൽ പറയാതിരുന്നത്? കാരണം എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് വളരെ സൈലന്റ് ആണ്. അതെ, PR-ന്റെ കാര്യത്തിൽ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ സൈലന്റ് ആണ്. അത് ഇനി വരുന്ന ഇതിന് ചിലപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെട്ടേക്കാം. എങ്കിലും അതിപ്പോ ഒരു വലിയ ഹോട്ട് ടോപ്പിക് ആയിട്ടൊന്നും നിലനിൽക്കുന്നില്ല. കാരണം ഈ ലോസ് അവർ കൊണ്ടുപോകുന്നതിന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് എക്സിസ്റ്റിംഗ് ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റിൽ അതിനെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല. പിന്നെ ഏറ്റവും വലിയ റൂമർ കേൾക്കുന്നത് 20 ഒരാൾക്ക് എക്സ്റ്റൻഷൻ സമയത്ത് ഡിപെൻഡന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, നാട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ പറ്റില്ല, 22 മുമ്പ് ഡിപെൻഡൻസിനെ ആപ്ലിക്കേഷൻ ഇടണം. അതൊക്കെ തെറ്റാണ്. അതെല്ലാം കണ്ടിന്യൂ തന്നെയാണ്. ഡിപെൻഡൻസിന് യാതൊരു ബാനും ഇല്ല. 22 ശേഷം COS എടുക്കുന്നവർക്ക് സാലറി കൂടും, ചില ജോബ് കോഡുകൾ ഇല്ലാതാവും. അതിൽ കൂടുതൽ ഇതിനകത്ത് വലിയൊരു സീരിയസ് മാറ്റം വന്നിട്ടില്ല. കെയറേഴ്സിന്റെ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ എന്നും സ്റ്റാറ്റസ് കോ ആണ്, എക്സെപ്റ്റ് ദാറ്റ് 3 months. ഇപ്പൊ ഭയങ്കരമായിട്ട് പാനിക് ആവുന്നുണ്ട്. നിയമം വന്നപ്പോൾ പലരും പാനിക് ആക്കുന്നുണ്ട്. ആരും തന്നെ പാനിക് ആവണ്ട. ഓൾറെഡി വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ റിന്യൂ ചെയ്യുന്നതിനോ ഡിപ്പെൻഡ് കൊണ്ടുവരുന്നതിനോ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഉള്ള സാലറി ത്രഷോൾഡ് എന്താണോ അത് അപ്ലിക്കബിൾ ആവും. ആ ജോബ് കോഡിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്ലിക്കബിൾ ആവും. അതിപ്പോൾ കെയറേഴ്സ് ആവട്ടെ, മറ്റ് വിസകളാവട്ടെ, ഏത് വിസകളാണെങ്കിലും ഇത് തന്നെയാണ് നിയമം വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യം പറയാം. സുരേഷ് ഏട്ടാ, ഇനി കുറെ ചോദ്യം ചോദിച്ചു. ഇപ്പം ഈ അടുത്ത് ഒരുപാട് പേര് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് ഒരുപാട് പേര് ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. സെൽഫ് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഓഫ് ലൈസൻസ് ആവട്ടെ, കോർണർ ഷോപ്പുകളാവട്ടെ, ടേക്ക് അവേസും പബ്സും ബാർസും അതുപോലെ തന്നെ ഫുഡ് ട്രക്കുകളും. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട്, ഇനി അതിൽ ഷെഫായിട്ട് ഇനി ജോബ് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനകത്തൊരു റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട് ജോബ് എടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഈ ഒരു റിമൂവ് ചെയ്ത ലിസ്റ്റിനകത്ത് ഈ പറഞ്ഞ ജോബുകളെല്ലാം ഉണ്ട്. എന്താണ് ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്? അതൊരു വലിയ സിഗ്നിഫിക്കന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അത്തരം കമ്പനികൾ ഉപയോഗിച്ചിരുന്ന ആ ജോബ് കോഡുകൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ട് അത്തരം ബിസിനസ് നടത്തി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നവർക്ക് വിസ കൊടുക്കണ്ടെന്ന് വെച്ചാൽ കൊടുക്കേണ്ടി വരും. പക്ഷെ അതിന് ചില മാർഗങ്ങളിൽ TSL തന്നെയുള്ള ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്ടർ ജോബ്സ് ഉണ്ട്. ആ ജോബുകൾ വെച്ചുകൊണ്ട് പിന്നെ ഇപ്പൊ ഈ സെൽഫ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്ന റൂട്ട് തന്നെ ഓപ്പൺ ആവുന്നത് ഈ 2021 ഒരു റൂൾ ചേഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അതായത് സ്കിൽഡ് വർക്കർ ഷെയർ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു മുമ്പത്തെ റൂൾ. അത് ഹോം ഓഫീസ് അപ്ഡേറ്റ് ചെയ്ത് സ്കിൽഡ് വർക്കേഴ്സിന് ഷെയർ ഹോൾഡ് ചെയ്യാന്ന് ആക്കിയപ്പോഴാണ് ഈ സെൽഫ് സ്പോൺസർഷിപ്പ് എന്നുള്ള ഒരു സാധനം ഓപ്പൺ ആയത്. മനസ്സിലായി? അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പോ മറ്റ് TSL-ലുള്ള പല ജോബ് കോഡുകളും ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാള് ഒരു ഹോട്ടൽ നടത്തുന്നു, അവൻ അതിന്റെ ഡയറക്ടറാണ്, അവൻ അതിൽ ഷെഫായിട്ടും വർക്ക് ചെയ്യുന്നു, അവൻ സ്കിൽഡ് വർക്കറിന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമോ കൊടുക്കാതിരിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായിട്ട് ശ്രമിക്കുകയും അവനൊരു റെസ്റ്റോറന്റിനെ പോണേ ഷെഫ് ഓൾറെഡി ഇവിടെ എംപ്ലോയ്മെന്റിലുള്ള ഷെഫ് ഉണ്ടാവുമല്ലോ, അവനെ ഇങ്ങോട്ട് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന രീതി ചെയ്താൽ പ്രോപ്പർ ബിസിനസ്സുകൾക്ക് കിട്ടും. പക്ഷെ സെൽഫ് സ്പോൺസർഷിപ്പിന്റെ പേരിൽ നടന്ന കുറെ അബ്യൂസുകൾക്ക് കുറവ് വരും. ആ റൂട്ട് ഇപ്പോഴും ഓപ്പണായിരിക്കും. ആ സ്കിൽഡ് വർക്കറിന് കെയർ ഹോൾഡ് ചെയ്യാവുന്നു. അത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു, ഡിസൈൻ ചെയ്തിരിക്കും. ഇനി പുതിയ അതിനൊരു വഴി കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനകത്തേക്ക്, അല്ലെ?
നമുക്ക് അതിനകത്ത്. അല്ലാതെ ഇപ്പൊ സാധ്യത അത്തരം റൂട്ടുകളിലേക്ക് ആളുകളെ ചെയ്യും അനാവശ്യമായിട്ടുള്ള പോസ്റ്റ്. ഇതില് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ഓഫീസ് എവിടെയൊക്കെ ആണോ അടിക്കേണ്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെ ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ പറഞ്ഞ സെൽഫ് സ്പോൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റ്സ് ആണ് ടേക്ക് അവേയും ഓഫ് ലൈസൻസും അതുപോലെ ഈ ഫുഡ് ട്രക്കും കാര്യങ്ങളും തുടങ്ങി അവിടെ ഒരു വിസ എടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ആ ജോബുകൾ മാത്രം എടുത്ത് അങ്ങോട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ് കറക്റ്റായിട്ട്. അതിനകത്തേക്ക് പറയുവാണെങ്കിൽ ഒരു 112ഓളം ജോബുകൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു അതിനകത്ത്. അപ്പൊ ഇതിന് ലൈസൻസിന്റെ തന്നെ ഇപ്പൊ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. കാരണം ഞങ്ങൾ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത സ്പോൺസർ ലൈസൻസിലെ അവര് ചോദിക്കുന്ന റീസൺ ട്രേഡ് ഇൻവോയ്സ് എക്സ്പെൻസസ് ഒക്കെ കൊടുക്കേണ്ട അവസ്ഥ പണ്ടതില്ലായിരുന്നു. തുടങ്ങിയ മതിയായിരുന്നു. അതൊക്കെ അവിടെയും ടൈറ്റ് ചെയ്തു. അത് ജെന്യുവിൻ ബിസിനസ്സുകൾ തുടങ്ങുന്ന ഈ റൂട്ടിൽ ഇപ്പോഴും ചെയ്യാൻ പറ്റും. അതെ, ജെനുവിൻ ബിസിനസ്സുകൾ ഇപ്പോൾ അതുമല്ല, ഇപ്പോൾ ഈ ബിസിനസ്സുകളെ ഏത് രീതിയിലാണ് ഈ സാലറി ത്രഷോൾഡുകൾ എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ചെറിയ ഒരു ബിസിനസ് തുടങ്ങി ഒരാൾ സ്പോൺഷിപ്പ് എടുക്കാൻ നോക്കുന്ന സമയത്ത് മെയിൻ ചോദ്യം വരുന്നത് ഈ സാലറി ത്രഷോൾഡ് എങ്ങനെ മീറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത്. അല്ല, ഈ ത്രഷോൾഡ് 3000 ഇൻക്രീസ് ഉണ്ടായി, അത് എന്തായാലും മീറ്റ് ചെയ്യേണ്ടി വരും. മീറ്റ് ചെയ്യാതെ എല്ലാ ജോബിനും ബാധകല്ലേ ഈ എല്ലാ ജോബിനും അതിപ്പോ സ്കിൽഡ് വർക്കർ വിസയിലാണെങ്കിൽ പോലും അത് ബാധകമാണ് അതിനകത്തേക്ക്. ഒരു എംപ്ലോയർക്കാണെങ്കിൽ അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്, അല്ലേ സുരേഷ് ഏട്ടാ അതിനകത്തേക്ക്? അതെ. ഇനി എല്ലാവരും ചോദിക്കുന്നതാണ് NHSൽ ഈ വന്ന നിയമങ്ങൾ ഏത് തരത്തിൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവിടുത്തെ സ്കിൽ ജോബ്സിന്, അവിടെ വരുന്ന നേഴ്സസിന്, അതേപോലെ തന്നെ NHSലെ മറ്റ് ജോബുകൾക്ക് ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. സാലറി ത്രഷോൾഡ് ആണെങ്കിലും സ്കിൽ ത്രഷോൾഡ് ആണെങ്കിലും ഈ റിമൂവ് ചെയ്ത ജോബുകളാണെങ്കിലും ഏത് രീതിയിൽ എഫക്റ്റ് ചെയ്യും, അതെന്താണെന്ന് പറയാൻ പറ്റും അതിനകത്ത്? കുറെ ഇത്തരം അത്ര സപ്പോർട്ട് വർക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും 6131 ഒക്കെ ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട്. നഴ്സസ് ആയാലും എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. അതല്ലാതെ ചില NHS തന്നെയുള്ള എങ്ങനെ നമ്മൾ ഈ ഒരു നിയമങ്ങൾ NHSനെ എഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് ചോദിച്ച ചോദ്യമായിരുന്നു അതിനകത്ത്. NHSലെ പ്രധാനമായിട്ടും ഈ ഹെൽത്ത് കെയർ ജോബ്സിന് ഇത് അവര് 6131 എല്ലാം നിലനിർത്തിയിട്ടുണ്ട്. 35ഉം 36ഉം എല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ നഴ്സസ്. മറ്റ് അഡ്മിൻ ജോബ്സ്, അത്തരം കുറെ ജോബുകൾ, ടീച്ചിങ് അസിസ്റ്റന്റ്, അങ്ങനെ കുറെ ജോബുകൾ ഇത് അഫക്ട് ചെയ്യും. ജെനുവിനായിട്ട് ജോലി കൊടുക്കുന്ന കുറെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ സോഷ്യൽ സർവീസ് വർക്കേഴ്സ്, ടീച്ചിങ് അസിസ്റ്റന്റ്സ്, NHSലെ തന്നെ IT അഡ്മിൻ, അങ്ങനെ കുറെ ജോബുകളെ ഇത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യാനുള്ള സാധ്യത തീർച്ചയായിട്ടും. അപ്പോൾ NHSനെയും ഇത് എഫക്ട് ചെയ്യും. പല ഗവൺമെന്റ് തന്നെ പറയുന്നുണ്ട് അതിനകത്ത് പല ബിസിനസ്സുകളെയും ഇത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് എഫക്ട് ചെയ്യും. തീർച്ചയായിട്ടും അത്തരം റിക്രൂട്ട്മെന്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. ഈ മറ്റു പല ആളുകൾക്കും ടീച്ചറായിട്ടും പല ജോബുകളെ കോർട്ട് ജോബ്സ്, അങ്ങനെ ഈവൻ എന്നെ ഒരാൾ വിളിച്ച് പ്രിസൺ ഓഫീസറായിട്ട് അയാൾ എടുത്തതായിരുന്നു. പക്ഷെ COS റെഡിയല്ല, അതിനി ബുദ്ധിമുട്ടായിരിക്കും. അത്തരം ആളുകളെയാണ് മെയിൻ ആയിട്ട് ബാധിക്കുക. തീർച്ചയായിട്ടും. അപ്പോ ഇത് സകലരെയും ബാധിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇവര് മതി ഈ നിർത്തി, ഇനി കുറച്ച് നാളത്തേക്ക് നിർത്തി എന്ന് പറയുന്നത്. ഒരു 1 ഇയറിലേക്ക് ഇത് ഇവര് അങ്ങനെ തന്നെ പോവാനാണ് സാധ്യത. ഇതൊരു കണക്കെടുപ്പ് നടത്തിയിട്ട് ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇനി പുതിയ ഏരിയാസ് ഓപ്പൺ ചെയ്യുള്ളൂ. അതുവരെ പക്ഷെ എക്സിസ്റ്റിംഗ് ആളുകളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലുള്ള എക്സ്റ്റൻഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം പോസിബിൾ ആണ്. 22 ജൂലൈക്ക് മുമ്പ് COS എടുത്ത് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അവർക്ക് പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും. എത്ര COS കിട്ടാനുള്ള എടുത്ത് അപ്ലൈ ചെയ്യാം. എക്സെപ്റ്റ് കെയർ ഫീൽഡിലൊന്നും 22 ജൂലൈക്ക് ശേഷമാണെങ്കിലും കുഴപ്പമില്ല അതിനകത്തേക്ക്, അത് പ്രശ്നമില്ല. ഇനി ഒരു ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി UK വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിന് പറ്റിയിട്ടാണ്. ഇപ്പോൾ സാലറി ത്രഷോൾഡും സ്കിൽ ത്രഷോൾഡും ഇപ്പോൾ ജോബ് കിട്ടാനുള്ള ഇനിയുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം ഈ സാലറി ത്രഷോൾഡ് ഉയർത്തിയതിനെ തുടർന്നിട്ടുള്ള സുരേട്ട എന്താണ് അഭിപ്രായം? ഇനി UK സ്റ്റുഡന്റ് വിസയിൽ വരാൻ നിൽക്കുന്നവർക്ക് കൊടുക്കാനുള്ളത് എന്താണ് അവർക്ക് പറയാനുള്ളത്? ഇനി ഇവിടെ നിന്നിട്ട് വന്ന് പഠിപ്പ് പൂർത്തിയാക്കി ഒരു വർക്ക് പെർമിറ്റിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും അടുത്ത 2-3 വർഷത്തേക്ക്. അപ്പൊ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് സ്റ്റേ ബാക്കിൽ നിന്നുകൊണ്ട് പിന്നെ അത്ര ഹൈലി പ്രൊഫൈൽഡ് ആയ ജോബുകളും അങ്ങനത്തെ ആളുകൾക്ക് മാത്രമേ ഒരു സ്കിൽഡ് വർക്കറിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോഴും ഹെൽത്ത് കെയർ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴും ഓപ്പൺ ആണ്. അതല്ലാത്ത ഏരിയാസിലൊക്കെ ഈ അൺഓർഗനൈസ് സെക്ടേഴ്സിലുള്ള
ജോലീസിലൊക്കെ കയറാൻ ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വളരെ അടുത്ത സ്ക്രൂട്ടിനി. ടൈറ്റ് ആക്കി സത്യം. അപ്പോൾ ഇനി ഒരു സ്റ്റുഡന്റ് വിസയിൽ വരുന്ന അത്രയും എക്സ്പീരിയൻസ് ഉള്ള നോളജ് ഉള്ള ആൾക്കാർ നല്ല ജോബ് ഇപ്പൊ ഇവിടെ ഷോർട്ടേജ് വരുന്നുണ്ട്. ചില മേഖലകൾ പറയുന്നുണ്ട് ഗവൺമെന്റ് ആ മേഖലയിലേക്ക് മാത്രം വരുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. അതെ പക്ഷെ അപ്പോഴും കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ വളരെ വൈഡ് ഓപ്പൺ ആണ്. IT, കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള എല്ലാ ഫീൽഡുകളിലും ആളെ കൊണ്ടുവരണം എന്ന് എപ്പോഴും പറയുന്നു. അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രീതിയിലൊക്കെ നല്ല നല്ല സാധ്യതകൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിനകത്ത് നമ്മളിനി ചർച്ച ചെയ്യാതെ ഏതെങ്കിലും വിഷയമുണ്ടോ എന്നിട്ട് തീർച്ചയായിട്ടും? കാരണം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ അവർ പറഞ്ഞ ഈ ജനറൽ ആയിട്ടുള്ള ഇതിലൊരു അബ്യൂസ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതല്ലാതെ ഇവിടെ എക്സിസ്റ്റിംഗ് ആളുകളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ സ്വിച്ചിങ് കുറച്ച് ഒരു സ്കിൽഡ് വർക്കർ സ്വിച്ചിങ്ങിലെ അബ്യൂസുകൾ കുറയുകയും അത് കുറച്ചുകൂടി ക്വാളിറ്റി ക്വാണ്ടിറ്റി ബേസിലുള്ള സെക്ടറൈസിലേക്ക് മാറുകയും ചെയ്യുന്നത് മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ അവരുടെ ഡിപ്പെൻഡൻസിന് കണ്ടിന്യൂ ചെയ്യുന്നതിനോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിനോ ഒന്നും തടസ്സമില്ല. പിന്നെ സെൽഫ് സ്പോൺസർഷിപ്പിലും നടന്ന ചില അബ്യൂസുകൾക്ക് പകരം ജെന്യുവിനായിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെന്റ് സെൽഫ് സ്പോൺസർഷിപ്പ് വെഞ്ചേഴ്സിന് ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. യൂണിക് ആയിട്ടുള്ള പരിപാടിക്കൊക്കെ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് പക്ഷെ ഈ വിസയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുന്ന പരിപാടി ഏകദേശം കൊണ്ട് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ TSL എപ്പോഴും പൊളിറ്റിക്കലി റിവ്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഇൻഡസ്ട്രിയിലെ ആളുകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സെക്ടറിൽ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിലിപ്പോ ഷെഫൊക്കെ എപ്പോഴും അങ്ങനത്തെ കാറ്റഗറിക്ക് എപ്പോഴും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾക്ക് ആ ഷോർട്ടേജ് നികത്താനും ആളുകൾക്ക് ആ സമയത്ത് സ്വിച്ച് ചെയ്യാനൊക്കെ പറ്റേണ്ടതാണ്. നിലവിൽ പ്രതീക്ഷിക്കാം നെക്സ്റ്റ് അപ്ഡേറ്റിലെങ്കിലും ഷെഫിന് അതിനകത്തേക്ക് തിരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ആഡ് ചെയ്യപ്പെടാം. അതെ അതെ. ഇതില് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട്? കാരണം ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് അബോളിഷ് ചെയ്യും എന്നാണ് ആദ്യം ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റും അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, 613 അങ്ങനെ പലതും അത് അവിടെ നിലനിർത്തും. പക്ഷെ അത് ആ ഒരു ആ ഓപ്ഷനിൽ മുമ്പെടുത്ത ആളുകളുടെ അതേ കണ്ടീഷൻ കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞിരിക്കും. പക്ഷെ അപ്പോഴും ഹെൽത്ത് കെയർ അല്ലാത്ത പല ജോബുകളും TSL നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് ഉള്ളത് ഇത് രണ്ടും എക്സിസ്റ്റിംഗ് ആളുകൾക്ക് വേണ്ടി നിലനിർത്തുന്നത്, അല്ലാതെ പുതിയ ആളുകൾക്ക് അതിൽ നിന്ന് സാലറിയുടെ ഇത് കിട്ടാൻ സാധിക്കില്ല. പുതിയ ആൾക്കാർക്ക് എല്ലാം കട്ടാണ്. പിന്നെ ഈ ഉള്ളത് ഈ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് ടേബിൾ വൺ ഈസ് എ വെരി ഹൈ ടാലന്റഡ് പീപ്പിൾസ്, ഡയറക്ടേഴ്സ്, ലോജിസ്റ്റിക് മാനേജേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളല്ലേ. ഹൈ സാലറി 55 ഒക്കെയാണ് പല ജോബ്. 55 ഞാൻ മറ്റേ സ്റ്റാൻഡേർഡ് റേറ്റ് ഒക്കെ നോക്കുമ്പോ സമയം 80-88 ഒക്കെ കാണിക്കുന്നുണ്ട്. അതെ, അങ്ങനത്തെ ഹൈലി സ്കിൽഡ് വലിയ ജോബുകളാണ്. ഇതിലൊരാളെ അൺനെസസറി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഒരിക്കലും നമ്മൾ സെൽഫ് സ്പോൺസർഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരാൾക്ക് ജോലി കൊടുക്കല് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നടക്കില്ല. ഗവൺമെന്റ് അതുകൊണ്ട് തന്നെയാണ് ആ ടേബിൾ 1A എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോ ആകെ മൊത്തത്തില് സുരേഷ് ചേട്ടാ, നമുക്ക് ഇതിനെ കുറിച്ച് എന്താണ് ഒരു ഫൈനൽ ഒരു ഓവർവ്യൂ കൊടുക്കാനുള്ളത്? ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ നിയമങ്ങൾ വന്ന് ഫൈനൽ ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇമിഗ്രേഷനിൽ ഇനി ഈസി ആയിട്ട് മാറാം. ഇവിടുന്ന് സ്വിച്ച് ചെയ്യാൻ കുറച്ച് പ്രോസസ്സും അത്തരം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കേ പറ്റുകയുള്ളൂ. അതിന് നല്ല നല്ല കമ്പനികൾക്കും നല്ല ജെന്യുവിൻ ആയിട്ടുള്ള വേക്കൻസി ഉള്ള കമ്പനികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നാണ് ഇതിന്റെ ഒരു അത്തരം ഒരു കണ്ടീഷൻ കുറച്ച് നാളത്തേക്കും കണ്ടിന്യൂ ചെയ്യും. പിന്നെ അത് റിവൈസ് ചെയ്യപ്പെടും. ജോബ് ഷോർട്ടേജിനനുസരിച്ച് ആളുകൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഫാമിലി വിസ, ഡിപ്പെൻഡൻസ്, അങ്ങനെ പല കാര്യങ്ങളും, സ്റ്റുഡന്റ് വിസ, PSW സ്വിച്ചിങ്, അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇതൊന്നും വലിയ അപകടമൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, സ്കിൽഡ് വർക്കറിലെ അബ്യൂസ് തടയാനുള്ള ഒരു അറ്റംപ്റ്റ് അത്ര ഇതിനെ കാണുന്നുള്ളൂ. തട്ടിപ്പിനൊരു ഫുൾ സ്റ്റോപ്പ് അത്ര മാത്രമേ നമ്മൾ കണ്ടാൽ മതി. അതിനകത്തേക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. പുതിയ എടുക്കാൻ പോകുന്നവർക്കാണ് സകലതും പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. എനിവേ സുരേഷ്, നമ്മളെല്ലാം കവർ ചെയ്ത് തോന്നുന്നില്ലേ? നമുക്ക് ഏകദേശം കൊണ്ട് വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ? പിന്നെ ചില ഏരിയാസ് ഒക്കെ കുറച്ച് ക്ലിയർ അല്ലാത്ത ചില ഏരിയാസ്, ടെമ്പററി ഷോർട്ടേജിൽ, അങ്ങനത്തെ അതൊക്കെ റൂള് ഫുള്ളി പാസ്സായി കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവും. കേസ് വർക്കർ ഗൈഡൻസ് വരുമ്പോഴായിരിക്കും കേസ് വർക്കർ ഗൈഡൻസ് വരണം.
പിന്നെ ആ റൂളിന്റെ ഒരു എനാക്ട്മെന്റ് സൈറ്റിൽ വരണം, ഇതൊരു പാറി പറന്നിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ അപ്പൊ ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആ സമയത്ത് കേസ് വർക്ക് ഗൈഡൻസ് വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കത് പക്ഷെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യത്തിലൊക്കെ ഇത് വളരെ സൈലന്റ് ആണ്. റിക്രൂട്ട്മെന്റില് അത് കാണുന്നില്ല. അപ്പൊ അതൊക്കെ ചിലപ്പോ അപ്ഡേറ്റ് ചെയ്തിട്ട് വേറെ ലിസ്റ്റ് ആയിട്ടൊക്കെ വന്നേക്കാം. അതൊക്കെ ആ സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ജനറലി പറയുകയാണെങ്കിൽ ഇത് ഒരു തരത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ഇവിടെ നിലവിൽ വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് അത്രമാത്രം പകയ്ക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഇനി വരുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചു കണ്ടു തീരുമാനങ്ങൾ എടുത്തു വരേണ്ട ഒരു സ്ഥലമായിട്ട് UK മാറും. അതെ, തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ വന്ന നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി സംശയങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ താഴത്തെ കമന്റുകളായിട്ട് ഇടുക, അത് മറ്റൊരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ ഈ ഒരു പരിപാടി കഴിഞ്ഞില്ലേ? തീർച്ചയായിട്ടും. താങ്ക് യു. എന്തായാലും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു.